മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂരിൽ പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം കുഴിച്ചാലിൽ മോഹനനെ ആർഎസ്എസുകാർ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സിപിഐഎം ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. ജോഷില തരും കൂടുതൽ വിവരങ്ങൾ. ജോഷില, ഹർത്താൽ പൂർണ്ണമാണോ, സമാധാനപരമാണോ? 10 മണിയോടെയായിരുന്നു സിപിഐഎം പടിയൂർ ലോക്കൽ കമ്മിറ്റി അംഗം കെ മോഹനെ ആർഎസ്എസ് സംഘം വെട്ടിക്കൊന്നത്. ഇതിൽ പ്രതിഷേധിച്ച് LDF ഇന്ന് കണ്ണൂർ ജില്ലയിൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുവെ സമാധാനപരമാണ് ഹർത്താൽ. എല്ലാ കടകമ്പോളങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. വാഹനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ പൂർണ്ണമായും ഹർത്താലിനോട് സഹകരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് റോഡിലിറങ്ങിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ. മാത്രമല്ല, കണ്ണൂർ ജില്ലയെ ആകെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ഇന്നലെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പൂർണ്ണമായും ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തോട് സഹകരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കണ്ണൂർ ജില്ലയിൽ ഏകപക്ഷീയമായ ഒരു ആക്രമണം അത് RSS സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു തൊക്കിലങ്ങാടിയിൽ അനൂപ് എന്ന CPIM പ്രവർത്തകനെ ഓട്ടോ യാത്ര ചെയ്യുന്നതിനിടയിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനിടയിൽ ഓട്ടോ തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലാനുള്ള ശ്രമം നടന്നത്. അനൂപിന്റെ പ്രതിരോധം ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ പിന്നീട് തില്ലങ്കേരിയിൽ ബ്രാഞ്ച് സെക്രട്ടറി CPIM ബ്രാഞ്ച് സെക്രട്ടറി ബാലനെ ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിനുശേഷം കണ്ണപത്തും CPIM പ്രവർത്തകനെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. ഏറ്റവും അവസാനമായി ഇന്നലെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ ജില്ലയെ സംഘർഷഭൂമിയാക്കാനുള്ള RSSന്റെ മനഃപൂർവ്വമായ ശ്രമം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇര എന്ന് വേണം ഇന്നലെ കൊല്ലപ്പെട്ട മോഹനെ വിശേഷിപ്പിക്കാൻ. CPIM നേതൃത്വം നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. കണ്ണൂർ ജില്ലയെ സംഘർഷഭൂമിയാക്കാനുള്ള ശ്രമമാണ്, മനഃപൂർവ്വമായ ബോധപൂർവമായ ശ്രമമാണ് RSS സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് നേതൃത്വം അറിഞ്ഞുകൊണ്ട്, നേതൃത്വം ആസൂത്രണം ചെയ്തുകൊണ്ട് നടത്തുന്ന കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേതൃത്വത്തിനെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണം എന്നും നേരത്തെ തന്നെ CPIM നേതൃത്വം പറഞ്ഞിരുന്നു. മോഹനന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? ഒപ്പം സംസ്കാര ചടങ്ങുകൾ അത് എപ്പോഴായിരിക്കും ആരംഭിക്കുക? അഞ്ജു, മോഹന്റെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കും. അതിനുശേഷം മോഹന്റെ മൃതദേഹം വിലാപയാത്രയായി പിണറായിലേക്ക് കൊണ്ടുപോകും. പിണറായിൽ ഈ സ്ഥലത്ത്, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്, പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമായിരിക്കും മോഹനൻ പ്രസിഡന്റായിരിക്കുന്ന വാളാങ്കിച്ചാലിലെ വായനശാലയുടെ മുന്നിൽ മോഹന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. അതിനുശേഷം വാളാങ്കിച്ചാലിലെ മോഹന്റെ വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ശരി. CPIM പ്രവർത്തകൻ കുഴിച്ചാലിൽ മോഹനനെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് CPIM ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. നിലവിൽ ഹർത്താൽ സമാധാനപരവുമാണ്. ഒപ്പം മോഹനന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് 11 മണിയോടുകൂടിയെങ്കിലും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ജോഷില വിവരങ്ങൾ നൽകിയത്.